يا من صليت بكل الأنبياء، يا من في قلبك رحمة للناس. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. صدق الله. സലാം. 210 കോഡ് നമ്പർ 200. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ, അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ, അതപ്പൂവാം ബിലാൽ സ്വരനാദം യാ റസൂലേ. ഒരു നാടയാം തിരുമേനിൽ പഠന ദിനമിൽ തളർന്നു തകർന്ന വീടാണത്. ഒരു രാവിൽ പശിയാലെ തിരിനൂറരെ തിരിഞ്ഞു മറിഞ്ഞു കിടന്ന മണ്ണിന്റെ കൂടാണത്. ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട, ഉടയാതെ ഒന്നും ഉടയ്ക്കാത്ത കൂട, ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയ, ചിത്തിര പൂമുഖം ചേർക്കാൻ ആ പന വീടിനും കൊതിയ. ചിരിക്കുന്ന നബിയോൾ മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യക്കോട്, മുത്ത് പതിച്ചൊരു ചുവരാണ് ആ ഭാഗ്യക്കോട്. പനിയായി റസൂലിന്റെ ചൂടേറ്റ ഗേഹം, മലക്കുൽ മൗത്തിന്റെ വരവ് കണ്ടു കിടുങ്ങി വേഗം. പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറന്ന് മലരാമുത്തിനെ നോക്കിയ നേരം. ഉലയാത്ത ഉമ്മറും ഉഴയുന്ന കണ്ടോ, ഉലയായ മകളും ഉരുകുന്ന കണ്ടോ. മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീട, മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രത്തിൽ കടിഞ്ഞൊരു കൂട. പനയോലയിലൊരു കുടിലാണേ, പവനങ്ങളിലതു നിധിയാണേ, പടിവാറിലു ചെറുതടിയാണേ, നബി തങ്ങട പൂങ്കുടിലാണേ. സലാമലൈക്കും. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മീലാദ് ലോകം മുഴുവനും കൊണ്ടാടുന്ന ഈ സുന്ദര സുന്നത്തിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവിടുത്തെ കുറിച്ച് അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മുത്ത് നബിയെ കുറിച്ച്, അങ്ങയുടെ കീർത്തി നാം ഉയർത്തിയിരിക്കുന്നുവെന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ സ്മരിക്കപ്പെടാത്ത ഒരു സമയം പോലും ഇല്ല എന്നതാണ് സത്യം. മുത്തിന്റെ കീർത്തന താളിൽ നിന്നൊരു ചെറുതാൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി വാക്കുകൾ വിരാമം കുറിക്കാം. പിറന്നത് പെൺകുഞ്ഞെന്നറിഞ്ഞാൽ നിർദ്ദയം ജീവനോട് കുഴിച്ചു മൂടിയ കാട്ടാരന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തി വലുതാക്കുന്നവൻ പരലോകത്ത് പ്രതിഫലം കൂമ്പാരമുണ്ടെന്ന് സന്ദേശമെത്തിച്ച് സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തെ വിത്തുകൾ പാകി വർണ്ണവിവേചനത്തെ പടികടത്തി, ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. പൊന്നാരൻ നബിയുടെ സഹന സാമീപ്യം കണ്ട്, സ്നേഹ വായ്പ കണ്ട് എത്ര പേരാണ് വിശുദ്ധ ഇസ്ലാം പുൽകിയത്. ആ മുത്തിനെ സ്നേഹിച്ചും പ്രകീർത്തിച്ചും അവിടുന്ന് കാട്ടിയ മികച്ച പാതയിൽ ഗമിച്ചും നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്ത ചെസ് നമ്പർ 200.
പൊരുളിലെ ഈമാൻ നേടി മനുജര് ഈ ലോകത്തിൽ ശാന്തി നിറച്ച ഹബീബിന്റെ നാമത്തിലെ ലോകത്തിനൊടുവിലെ വിധി വരുന്നൊരു നാളിലെ മോശത്തിൽ ഫലം ചെയ്യുന്ന മുത്താന്റെ കഴിവ് മീനിന്റെ പൊരുളിലെ ഈമാന്റെ മനുജര് ഈ ലോകത്തിൽ ശാന്തി നിറച്ച ഹബീബിന്റെ നാമത്തിലെ അറിയേണമത്തിരി നാളമുലകിൻ വെളിച്ചമേ ആ മുത്ത് മുത്താറ്റനബി വന്നൊരു കത്ത് ആദ്യമൊരു കൊണ്ടൊരു നൂറിലേക്ക് സബന്തു വിട്ട് പാടാനേകൾ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഖലൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദ് ലോകമാനം കൊണ്ടാടുന്ന ഈ സുന്ദര സുദിനത്തിൽ അവിടുത്തെ പറ്റി അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പരകോടി വിശ്വാസികളുടെ ഹൃദയാന്തരം പ്രകാശം പൊഴിക്കുന്ന പൗർണമിയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പ്രകീർത്തനങ്ങൾ വാമൊഴിയാലും വരമൊഴിയാലും അടയാളപ്പെടുത്തുവാൻ അന്ത്യനാൾ വരെ ആർക്കും സാധ്യമല്ല. അത്രത്തോളം പാരവാരം പോലെ പരന്നു കിടക്കുകയാണ് മുത്തിന്റെ കീർത്തനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞല്ലോ, നബിയെ, അങ്ങയുടെ കീർത്തനം ഉയർത്തിയിരിക്കുന്നുവെന്ന്. അതെ, ആ കീർത്തന പൂർത്തീകരണം അസാധ്യം തന്നെ. അവിടുത്തെ മരിക്കപ്പെടാത്ത ഒരു സമയം പോലും ഇല്ലെന്നതാണ് സത്യം. സ്വലാത്തിന്റെ സ്വരങ്ങൾ സദാ ഹബീബിന് സമ്മാനിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡും അവിടുത്തെ പുകഴ്ത്താത്തതായില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തന താളുകളിൽ നിന്നൊരു ചേർത്താൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിവർത്തി എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. കല്ലിലും കാമക്കൂത്തിലും ലയിച്ചു നടന്നിരുന്ന കണ്ണിൽ കാണുന്നതിനെ മുഴുവൻ ആരാധിച്ചും അരുതായ്മകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയിരുന്ന അജ്ഞനായ ആത്മവിഭാഗം, അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനത. ഈ സമൂഹത്തിലേക്കാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുഗപ്പിറവി. സ്നേഹ സമീപനം കൊണ്ടും സ്ഥാനമനോഭാവം കൊണ്ടും സത്യത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് ആ ആത്മവിഭാഗത്തെ സംസ്കാര സമ്പന്നരാക്കി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ വിജയം. പിറന്നത് പെൺകുഞ്ഞ് നിറഞ്ഞാൽ നിർജ്ജയം ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാട്ടാളന്മാർക്ക് മുമ്പിൽ 2 പെൺമക്കളെ വിദ്യ നൽകി വളർത്തുന്നവരെ പരലോകത്ത് പ്രതിഫലം കൂമ്പാരമുണ്ടെന്ന് സന്ദേശമെത്തിച്ച് സ്ത്രീകൾക്ക് സ്വത്തവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിത്തുകൾ പാകി വർണ്ണവിവേചനത്തെ പടികടത്തി കറുകറുത്ത ബിലാൽ തങ്ങളെയും വെളുവെളുത്ത സൽമാനിൽ ഫാരിസി തങ്ങളെയും സാഹോദര്യത്തിന്റെ ഒരൊറ്റ പൂമാലയിൽ കോർത്തു. ഇങ്ങനെ അവിടെ നിന്ന് രചിച്ച സുഹൃത വിപ്ലവം വിവരിക്കാനാവില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. നല്ല സ്വഭാവത്തിന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും യാത്ര ചെയ്യുന്ന വഴി മലിനമാക്കാറുള്ള ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിനം ആ ജൂത സ്ത്രീയെ സന്ദർശിക്കാത്തപ്പോൾ നബി തിരുതങ്ങൾ അവളെ അന്വേഷിച്ചു. രോഗാവസ്ഥയിലാണെന്നറിഞ്ഞു. സന്ദർശിച്ചു. രോഗശമനത്തിനായി പ്രാർത്ഥിച്ചു. അവൾ അത്ഭുതപ്പെട്ടു പോയി. ഇദ്ദേഹത്തെ ആണല്ലോ ഞാൻ ബുദ്ധിമുട്ടിച്ചത്. ഈ സ്വഭാവ മഹിമ കണ്ട് അവൾ ഉടനടി ഇസ്ലാം പുൽകി. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ബോധന വഴിയിൽ കല്ലുകളും മുള്ളുകളും കനൽ ചീലുകളും പറിച്ചപ്പോൾ അവിടുന്ന് സഹിച്ച സഹനത്തിന്റെ പ്രതിഫലമാണ് അന്നും ഇന്നും എന്നും ഇസ്ലാമിന്റെ വിജയരഹസ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. വാഹിർ ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്ത കോഡ് നമ്പർ. Dear brothers and sisters, we are gathered here to celebrate the birth of our Prophet sallallahu alaihi wasallam. Until then our faith will not completed. The Sahab asked Prophet sallallahu alaihi wasallam, the day of judgment. The Prophet sallallahu alaihi wasallam said, what
Are you prepared for it? The Sahabas. Nothing except I love Allah and His Prophet. The Prophet ﷺ said, You will then whom you love. May Allah I will the hearts fill the Prophet ﷺ. Ameen. Assalamu alaikum rahmatullahi wa barakatuh. ഇരുന്നൂറ്റി 12. വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂർണ്ണനിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനം വിളിയേ ചെമ്മലർയാസീനം വിളിയേ വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂർണ്ണനിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനം വിളിയേ ചെമ്മലർയാസീനം വിളിയേ പാനില പോലെ ലംഘിടും നൂറേ ഹാലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു പാനില പോലെ ലംഘിടും നൂറേ ഹാലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂർണ്ണ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനം വിളിയേ ചെമ്മലർയാസീനം വിളിയേ മാമരങ്ങളോട് സലാമന്റെ ദൂതില് മല കൊത്തിടുന്നില്ല താരകങ്ങള് ഹാഷിം ഖുറൈശിയിലെ ചെമ്മലന്നൂറ് ആരിലും പിരിശമേലും തങ്കസിറാജ് മാമരങ്ങളോട് സലാമന്റെ ദൂതില് മല കൊത്തിടുന്നില്ല താരകങ്ങള് ഹാഷിം ഖുറൈശിയിലെ ചെമ്മലന്നൂറ് ആരിലും പിരിശമേലും തങ്കസിറാജ് പാനില പോലെ ലംഘിടും നൂറേ ഹാലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂർണ്ണ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനം വിളിയേ ചെമ്മലർയാസീനം വിളിയേ 40 തെളിഞ്ഞു വല്ല നൂറിൽ പൊലിവ് നായകന്റെ ഒളിച്ചെറിഞ്ഞ പുണ്യദൂതില് നന്മ തിന്മ വേർതിരിവ് കാട്ടിക്കൗമില് നായകന്റെ പാത തമ്മിൽ കാട്ടി റസൂല് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഹബീബല്ലാഹ് യാ നജീബല്ലാഹ് വെള്ളിനിലാപ്പോൾ സുന്ദരനോ പൂർണ്ണ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർയാസീനം വിളിയേ ചെമ്മലർയാസീനം വിളിയേ അസ്സലാമു അലൈക്കും. മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്ത് റസൂലിന പൊന്നും പവിഴം പൊന്നും വിളിയും പാടും പുള്ളിക്കുയിലും പാരിൽ വന്നത് പത്തരമാറ്റ ഹബീബിന
പിന്നൊരു കൂട്ടരുമായൊരു പന്തലിലായെത്തും. മഹമൂദിന്റെ കൂടെ ഇരുന്നവർ അവലിലായെത്തും. മഞ്ഞും മഴയും മഞ്ഞും മഴയും മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറസൂലിന. പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് പത്തരമാറ്റാബീബിന. മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറസൂലിന. പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് പത്തരമാറ്റാബീബിന. അസ്സലാമു അലൈക്കും. حبيبي يا محمد أتيت بالسلام والهدى محمد. حبيبي يا محمد يا رحمة للعالمين يا محمد. حبيبي يا محمد أتيت بالسلام والهدى محمد. حبيبي يا محمد يا رحمة للعالمين